പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത PV. MTക്ക് രാഷ്ട്രത്തിന്റെ ആദരം. MTക്ക് പത്മവിഭൂഷൺ. ശ്രീജേഷിനും ശോഭനയ്ക്കും ഡോക്ടർ പെരിയപുറത്തിനും പത്മഭൂഷൺ. പ്രൊഫസർ ഓമനക്കുട്ടിക്കും IM വിജയനും പത്മശ്രീ. ഡൽഹി. അടുത്തിടെ ഈ കാലത്തോട് വിട പറഞ്ഞ MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ സമർപ്പിച്ച് രാഷ്ട്രത്തിന്റെ ആദരം. ഒളിമ്പ്യൻ PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം, നടിയും നർത്തകിയുമായ ശോഭന എന്നിവർക്ക് പത്മഭൂഷണും, ഫുട്ബോൾ താരം IM വിജയൻ, സംഗീതജ്ഞ K ഓമനക്കുട്ടിയമ്മ, മൃദംഗ വിദ്വാൻ ഗുരുവായൂർ ദുരൈ, ക്രിക്കറ്റ് താരം R അശ്വിൻ, മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ CS വൈദ്യനാഥൻ എന്നിവർക്ക് പത്മശ്രീയും സമ്മാനിച്ചു. 7 പേർ പത്മവിഭൂഷണും 19 പേർ പത്മഭൂഷണും 113 പേർ പത്മശ്രീക്കും അർഹരായി. പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായവരിൽ 23 പേർ വനിതകളാണ്. 13 പേർക്കാണ് മരണാനന്തര ബഹുമതിയായി പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 25-നാണ് MT അന്തരിച്ചത്. 2005-ൽ MTക്ക് പത്മഭൂഷൺ സമ്മാനിച്ചിരുന്നു. വികസിത ഭാരതം സ്ത്രീ മുന്നേറ്റത്തിലൂടെ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ആരംഭിച്ചിട്ട് 10 വർഷം. 2047ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ ഭാരതം മുന്നേറുമ്പോൾ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനത്തിലേക്കുള്ള പരിവർത്തനത്തിൽ നാം എത്രത്തോളം മുന്നോട്ടു പോയി എന്നതിന്റെ തെളിവാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ പരിവർത്തനാത്മക സ്വാധീനം. 2015 ജനുവരി 22-ന് ഹരിയാനയിലെ പാനിപ്പത്തിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ആരംഭിച്ചത് ഭാരതത്തിലെ കുറഞ്ഞുവരുന്ന ശിശുലിംഗാനുപാതം CSR പരിഹരിക്കാനും രാജ്യത്തുടനീളം പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അർഹമായ അവസരങ്ങളും പരിചരണവും അന്തസ്സും ലഭിക്കുന്നുവെന്നും ഉറപ്പാക്കാനുമായിരുന്നു ഈ സംരംഭം. 2011-ലെ കന്യാകുമാരിയിൽ ശിശുലിംഗാനുപാതം 918 ആയിരുന്നു. സാമൂഹ്യ പക്ഷപാതങ്ങളുടെയും രോഗനിർണയ ഉപകരണങ്ങളുടെയും ദുരുപയോഗത്തിന്റെയും വ്യക്തമായ പ്രതിഫലനമായിരുന്നു ഇത്. ലക്ഷ്യബോധമുള്ളതും ജീവിത ചക്രം കേന്ദ്രീകരിച്ചുള്ളതുമായ ഇടപെടലുകളിലൂടെ ഈ പ്രവണതയ്ക്ക് മാറ്റം വരുത്താൻ മാത്രമല്ല സ്ത്രീകൾ നയിക്കുകയും അഭിവൃദ്ധി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഭാവിക്ക് അടിത്തറയിടാനും കൂടിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ആരംഭിച്ചത്. കഴിഞ്ഞ ദശകത്തിൽ ഈ പദ്ധതി ഗണ്യമായ പുരോഗതി കൈവരിച്ചു. ദേശീയ ജനന സമയ ലിംഗാനുപാതം 2014-15-ൽ 918 ആയിരുന്നത് 2023-24-ൽ 930 എന്ന നിലയിൽ മെച്ചപ്പെട്ടു. ആശുപത്രി പ്രസവങ്ങൾ 2014-15-ലെ 61% നിന്ന് 2023-24 97.3% വർദ്ധിച്ചു. ആദ്യ 3 മാസങ്ങളിൽ പ്രസവാനന്തര പരിചരണ രജിസ്ട്രേഷൻ 61% നിന്ന് 80.5% വർദ്ധിച്ചു. സെക്കൻഡറി തലത്തിൽ പെൺകുട്ടികളുടെ മൊത്തം പ്രവേശന അനുപാതം 2014-15-ൽ 75.51% ഇത് 2021-22-ൽ 79.4% വർദ്ധിച്ചു. മാത്രമല്ല നവജാത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമിടയിൽ ശിശുമരണ നിരക്കിലെ അന്തരം ഏകദേശം ഇല്ലാതാകുകയും ചെയ്തു. അതിജീവനത്തിലും പരിചരണത്തിലും തുല്യതയ്ക്കായുള്ള നമ്മുടെ പ്രതിജ്ഞാബദ്ധതയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. സുബിയാന്തോയ്ക്ക് രാഷ്ട്രപതി ഭവനിൽ വരവേൽപ്പ്. മോദിയുമായി കൂടിക്കാഴ്ച. ന്യൂഡൽഹി. റിപ്പബ്ലിക് ദിന പരേഡിലെ വിശിഷ്ടാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബവ് സുബിയാന്തോയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. ഭാരതവും ഇന്തോനേഷ്യയുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിനുള്ള മാർഗങ്ങളായിരുന്നു കൂടിക്കാഴ്ചയിലെ മുഖ്യ ചർച്ചാ വിഷയമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. നേരത്തെ രാഷ്ട്രപതി ഭവനിൽ സുബിയാന്തോയ്ക്ക് ഔദ്യോഗിക സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ചടങ്ങിൽ പങ്കെടുത്തു. ജമ്മുവിൽ സൈനിക ക്യാമ്പിന് നേരെ ഭീകരരുടെ വെടിവയ്പ്. ശ്രീനഗർ. ജമ്മു കാശ്മീരിലെ കത്വ ജില്ലയിലെ വനമേഖലയിലുള്ള താൽക്കാലിക സൈനിക ക്യാമ്പിലേക്ക് ഭീകരരുടെ വെടിവയ്പ്. ഇതോടെ സൈന്യം തിരിച്ചടിച്ചു. ഇന്നലെ പുലർച്ചെ 1:20-ന് സൈനിക ക്യാമ്പിലെ കാവൽപ്പുരയിൽ സംശയാസ്പദമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ടു. പിന്നാലെ ഭീകരർ
ക്യാമ്പിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രത്യാക്രമണം നടത്തി. 3 ഭീകരർ ഉണ്ടെന്നാണ് നിഗമനം. ഇവർ വനത്തിൽ ഒളിച്ചിരിക്കുകയാണ്. തെരച്ചിൽ പുരോഗമിക്കുകയാണ്. സൈന്യം പ്രദേശം വളഞ്ഞ് തെരച്ചിൽ നടത്തി വരികയാണെന്ന് ലഫ്റ്റനന്റ് കേണൽ സുനിൽ ഭരദ്വാജ് പറഞ്ഞു. സ്തുത്യർഹ സേവനത്തിനുള്ള മെഡൽ 746 പേർക്ക്. ന്യൂഡൽഹി. സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് 746 പേർ അർഹരായി. കേരള പോലീസിലെ 10 പേരും ഫയർഫോഴ്സിലെ 5 പേരും ജയിൽ വകുപ്പിലെ 5 പേരും മെഡലിന് അർഹരായി. SPP കൃഷ്ണകുമാർ, DYSPമാരായ M ഗംഗാധരൻ, R ഷാബു, MP വിനോദ്, K റെജി മാത്യു, KJ വർഗീസ്, അസിസ്റ്റന്റ് കമാൻഡന്റ് G ശ്രീകുമാരൻ, SI MS ഗോപകുമാർ, ആംഡ് പോലീസ് SI R സുരേഷ് കുമാർ, ഹെഡ് കോൺസ്റ്റബിൾ M ബിന്ദു എന്നിവർക്കാണ് സ്തുത്യർഹ സേവനത്തിന് മെഡൽ ലഭിച്ചത്. ഫയർഫോഴ്സ് ജില്ലാ ഫയർ ഓഫീസർ S സൂരജ്, സ്റ്റേഷൻ ഓഫീസർ V സെബാസ്റ്റ്യൻ, സീനിയർ ഹയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ PC പ്രേമൻ, KT സാലി, PK ബാബു എന്നിവർക്കും ജയിൽ വകുപ്പിൽ സൂപ്രണ്ട് TR രാജീവ്, ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരായ V ഉദയകുമാർ, M രാധാകൃഷ്ണൻ, C ഷാജി, അസിസ്റ്റന്റ് സൂപ്രണ്ട് P ഉണ്ണികൃഷ്ണൻ എന്നിവർക്കും സ്തുത്യർഹ സേവനത്തിനുള്ള മെഡൽ ലഭിച്ചു. 746-ൽ 634 പേർ പോലീസിൽ നിന്നും, 37 പേർ ഫയർ സർവീസിൽ നിന്നും, 39 പേർ സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ് സർവീസിൽ നിന്നും, 36 പേർ കറക്ഷണൽ സർവീസിൽ നിന്നുമാണ്. പ്രബുദ്ധരായ വോട്ടർമാരാണ് ജനാധിപത്യത്തിന്റെ കരുത്ത്. രാഷ്ട്രപതി. ന്യൂഡൽഹി. പ്രബുദ്ധരായ വോട്ടർമാരാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ കരുത്തെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 15ാമത് ദേശീയ വോട്ടേഴ്സ് ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ഏറ്റവും വലുതും വൈവിധ്യമാർന്നതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സംവേദനക്ഷമവുമായ ജനാധിപത്യമാണ് നമ്മുടേത്. നമ്മുടെ ജനാധിപത്യം ആധുനിക ലോകത്തിന് അതുല്യമായ മാതൃകയാണ്. ലോകത്തെ പല രാജ്യങ്ങളും ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് പഠിക്കുകയാണ്. തെരഞ്ഞെടുപ്പുകളിൽ വർദ്ധിച്ചുവരുന്ന സ്ത്രീ പങ്കാളിത്തം നമ്മുടെ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിന്റെ പ്രധാന അടയാളമാണ്. 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന വോട്ടർമാർ, ഭിന്നശേഷിയുള്ള വോട്ടർമാർ, വിദൂര പ്രദേശങ്ങളിൽ താമസിക്കുന്ന വനവാസി വോട്ടർമാർ എന്നിവർക്ക് വോട്ടിംഗ് പ്രക്രിയ സുഗമമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. 4 ഇസ്രയേൽ വനിതാ സൈനികരെ ഹമാസ് കൈമാറി. ടെൽ അവീവ്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് ഭീകരർ 4 വനിതാ ഇസ്രയേൽ സൈനികരെ അന്താരാഷ്ട്ര റെഡ് ക്രോസിന് കൈമാറി. കരീന അരിയേവ്, ഡാനിയേല ഗിൽബോവ, നാമ ലെവി, ലിറി ആൽബഗ് എന്നിവരെയാണ് കൈമാറിയത്. 477 ദിവസം തടവിൽ പാർപ്പിച്ചിരുന്ന സ്ത്രീകളെയാണ് മോചിപ്പിച്ചത്. സൈനിക ശൈലിയിലുള്ള യൂണിഫോമുകളും തടവുകാർ നൽകിയ ബാഗുകളും ധരിച്ചാണ് 4 സ്ത്രീകളും എത്തിയത്. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് 3 ഇസ്രയേലി വനിതകളെ മോചിപ്പിച്ചിരുന്നു. തുടർന്ന് ഇസ്രയേൽ 90 പലസ്തീൻ തടവുകാരെ വിട്ടയച്ചിരുന്നു. 2023 ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ ആക്രമണം നടത്തിയ ഹമാസ് ഭീകരർ ആയിരക്കണക്കിന് ഇസ്രായേലികളെ കൊലപ്പെടുത്തുകയും 100 കണക്കിന് പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇസ്രയേൽ കഴിഞ്ഞ മാസമായി നടത്തിവരുന്ന തിരിച്ചടിയിൽ ഗാസ തകർന്ന് തരിപ്പണമായിരുന്നു. ഹമാസിന്റെ പ്രമുഖരായ എല്ലാ ഭീകര കമാൻഡോകളും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷമുള്ള 2ാമത്തെ കൈമാറ്റമാണിത്. അമേരിക്കയുടെ പിന്തുണയോടെ ഖത്തറും ഈജിപ്തും ചേർന്ന് മാസങ്ങൾ നീണ്ട ചർച്ചകളിലൂടെയാണ് വെടിനിർത്തൽ നടപ്പിലാക്കിയത്. താലി, പാദസരം, ലാപ്ടോപ്പ് യാത്രക്കാർ മറന്നുവെച്ചവ തിരികെ നൽകി ഡൽഹി മെട്രോ. ന്യൂഡൽഹി. 2024-ൽ ഡൽഹി മെട്രോയിൽ യാത്രക്കാർ മറന്നുവെച്ച സാധനങ്ങൾ മടക്കി നൽകി അധികൃതർ. ഡൽഹി മെട്രോയുടെ വിവിധ റൂട്ടുകളിലുള്ള ട്രെയിനുകളിൽ യാത്രക്കാർ മറന്നുവെക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്ത സാധനങ്ങളായ 9 താലി, 13 ജോഡി പാദസരം, 40.7 ലക്ഷം രൂപ, 89 ലാപ്ടോപ്പുകൾ, 193 മൊബൈൽ ഫോൺ, 40 വാച്ചുകളാണ് അധികൃതർ തിരികെ നൽകിയത്. മെട്രോയുടെ സുരക്ഷാ ചുമതലയുള്ള
CISF ഉദ്യോഗസ്ഥരാണ് കൃത്യമായ തെളിവുകളുമായി എത്തിയ യാത്രക്കാർക്ക് ഇവ മടക്കി നൽകിയത്. യാത്രക്കാരിൽ നിന്നും നഷ്ടപ്പെട്ട അമേരിക്കൻ ഡോളർ, സൗദി റിയാൽ, തായ് ബാട്ട് തുടങ്ങിയ വിദേശ കറൻസികളും CISF കണ്ടെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ സുരക്ഷാ പരിശോധനയ്ക്കിടെ 75 വെടിയുണ്ടകളും 4 തോക്കുകളും കഴിഞ്ഞ വർഷം പിടികൂടി. കഴിഞ്ഞ വർഷം 53 പേരാണ് മെട്രോ സ്റ്റേഷനുകളിലും മറ്റും ട്രെയിനിനു മുന്നിൽ ചാടി മരിക്കാൻ ശ്രമിച്ചത്. 23 പേർ മരിച്ചു, 3 പേർക്കു പരിക്കേറ്റു, 33 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. 48 മണിക്കൂർ സ്റ്റേഷനിൽ ഇരിക്കും. ട്രെയിനിൽ യാത്രക്കാർ മറന്നുവെക്കുന്ന വസ്തുക്കൾ മിക്കവാറും ലഭിക്കുന്നത് ലോക്കോ പൈലറ്റുമാർക്ക്. സർവീസ് അവസാനിക്കുമ്പോൾ നടത്തുന്ന പരിശോധനയിൽ കണ്ണിൽപ്പെടുന്ന വസ്തുക്കൾ ഇവർ അതത് സ്റ്റേഷനുകളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും. മറന്നുവെച്ച സാധനങ്ങൾ ലഭിക്കുന്ന സ്റ്റേഷനുകളിൽ തന്നെ അവ 48 മണിക്കൂർ സൂക്ഷിക്കും. അതിനുശേഷം ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഓഫീസിലേക്ക് മാറ്റും. ഗുരുഗ്രാമിലെ റാപ്പിഡ് മെട്രോയിലും ലാസ്റ്റ് ആൻഡ് ഫൗണ്ട് ഓഫീസുകളും ഉണ്ട്. ഡൽഹി മെട്രോയിൽ നിന്നു കണ്ടുകിട്ടിയ വസ്തുക്കൾ ഉടമസ്ഥർ എത്തിയില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഓൺലൈൻ വഴി ലേലം ചെയ്ത് വിൽക്കും. റാപ്പിഡ് മെട്രോയിൽ വെച്ച് നഷ്ടപ്പെട്ട വസ്തുക്കൾ 1 വർഷം വരെ ഉടമസ്ഥരെ കാത്തിരിക്കും. 11 ഭീകരരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ശ്രീനഗർ. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ തുടരുന്നതിനിടെ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള 11 ഭീകരരുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ഗിയാൻബാരി സിൻഡ്രം ബാധിതർ 73 പൂനെ. പുതുതായി 6 പേർക്ക് കൂടി ഗിയാൻബാരി സിൻഡ്രം ബാധിച്ചതോടെ പൂനെയിൽ രോഗബാധിതരുടെ എണ്ണം 73. നാഡീവ്യൂഹത്തെ തളർത്തുന്ന അപൂർവ രോഗം കൂടുതൽ ആളുകളിൽ കണ്ടു തുടങ്ങിയതോടെ ആരോഗ്യവകുപ്പ് ആശങ്കയിലാണ്. രോഗത്തിന്റെ പെട്ടെന്നുള്ള വർധന അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കേന്ദ്ര സംഘവും പൂനെയിലെത്തി. രോഗബാധിതരായവരിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. രോഗികളിൽ 47 പുരുഷന്മാരും 26 സ്ത്രീകളുമാണ്. 14 പേർ വെന്റിലേറ്റർ സംവിധാനത്തിൽ. കായികം. വിജയതിലകം. ഇംഗ്ലണ്ടിനെതിരായ 2ാം T20യിലും ഇന്ത്യക്ക്. തിലക് വർമ്മ കളിയിലെ താരം. ചെന്നൈ. തിലക് വർമ്മയുടെ കരിയറിലെ തന്നെ മികച്ച ഇന്നിംഗ്സുകളിലൊന്ന് ടീം ഇന്ത്യക്ക് സമ്മാനിച്ചത് മിന്നും ജയം. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യക്ക് 2 വിക്കറ്റ് ജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് 9 വിക്കറ്റ് നഷ്ടത്തിൽ 165 റൺസ് നേടി. 166 റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റെത്തിയ ഇന്ത്യ ബാറ്റിംഗിൽ പതറിയെങ്കിലും ഒരറ്റത്ത് തിലക് വർമ്മ അവിസ്മരണീയ പ്രകടനവുമായി നിലയുറപ്പിച്ചതോടെ പരമ്പരയിൽ സമനില നേടാമെന്ന ഇംഗ്ലീഷ് മോഹം അസ്തമിച്ചു. 4 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. 9ാം വിക്കറ്റിൽ തിലക് വർമ്മയ്ക്കൊപ്പമെത്തിയ രവി ബിഷ്ണോയി നടത്തിയ പോരാട്ടമാണ് ഇന്ത്യക്ക് ജയമൊരുക്കിയത്. അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ട 6 റൺസ് തിലക് സ്വന്തം ബാറ്റ് കൊണ്ട് നേടി ഭാരതത്തിന് ജയമൊരുക്കി. 55 പന്തിൽ 4 ബൗണ്ടറിയും 5 സിക്സുമടക്കം 72 റൺസ് നേടി തിലക് പുറത്താകാതെ നിന്നു. ബിഷ്ണോയ് വിലപ്പെട്ട 9 റൺസും നേടിയടിച്ച് മധ്യപ്രദേശ്. രഞ്ജി ട്രോഫി. മധ്യപ്രദേശിനെതിരെ കേരളത്തിന് 363 റൺസ് വിജയലക്ഷ്യം. തിരുവനന്തപുരം. കേരളത്തോട് ആദ്യ ഇന്നിംഗ്സ് ലീഡ് വഴങ്ങിയ മധ്യപ്രദേശ് 2ാം ഇന്നിംഗ്സിൽ തിരിച്ചടിച്ചു. രഞ്ജി ട്രോഫി മത്സരത്തിൽ കേരളത്തിന് 363 റൺസ് വിജയലക്ഷ്യം. 2ാം ഇന്നിംഗ്സ് 8 വിക്കറ്റിന് 369 റൺസ് എന്ന നിലയിൽ മധ്യപ്രദേശ് ഡിക്ലെയർ ചെയ്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളം 3ാം ദിവസം കളി നിർത്തുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 28 റൺസ് എന്ന നിലയിലാണ്. ജയം തുടരാൻ ഗോകുലം കേരള. കോഴിക്കോട്. ഇന്ത്യൻ വനിതാ ലീഗിൽ ജയം തുടരാൻ ഗോകുലം കേരളയുടെ പെൺപട ഇന്ന് കളത്തിലിറങ്ങുന്നു. എതിരാളികൾ ഹോപ്സ് FC. അവസാന മത്സരത്തിൽ കൊൽക്കത്തയിൽ നിന്നുള്ള ശ്രീഭൂമി FCക്കെതിരെ 5-1 ജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഗോകുലത്തിന്റെ പെൺപുലികൾ. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇന്ന് മത്സരത്തിന് ഇറങ്ങുന്നത്. ആദ്യം 2 മത്സരത്തിലെ സമനിലയ്ക്ക് ശേഷമായിരുന്നു 3ാം മത്സരത്തിൽ ഗോകുലം ജയം നേടിയത്. ഇതോടെ ട്രാക്കിലേക്ക് തിരിച്ചെത്തിയ ഗോകുലം ഇന്നും
ജയം തുടർന്ന് സ്ഥാനം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൂട്ടണിയുന്നത്. 3 മത്സരം പൂർത്തിയായപ്പോൾ 2 സമനില, 1 ജയം എന്നിവ ഉള്ള ഗോകുലം 5 പോയിന്റുമായി പട്ടികയിൽ 3-ാം സ്ഥാനത്താണ്. അവസാന മത്സരത്തിൽ മുന്നേറ്റ താരം ഫസീലയുടെ 4 ഗോളിന്റെ കരുത്തിലായിരുന്നു അവസാന മത്സരത്തിൽ ഗോകുലം ജയിച്ചു കയറിയത്. ICC T20 രോഹിത് നയിക്കും. ദുബായ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 T20 ടീം നായകൻ രോഹിത് ശർമ്മ. രോഹിതിനെ കൂടാതെ 3 ഇന്ത്യൻ താരങ്ങളും ടീമിൽ ഇടം നേടി. ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ്, ഹാർദിക് പാണ്ഡ്യ എന്നിവരാണ് ടീമിൽ ഇടം നേടിയ മറ്റുള്ളവർ. 11 മത്സരങ്ങളിൽ നിന്ന് 42 ശരാശരിയിൽ 378 റൺസ് അടിച്ച രോഹിതിന്റെ നേതൃത്വത്തിലുള്ള ഭാരത ടീമായിരുന്നു ലോക കിരീടം ഒരിക്കൽ കൂടി ഇന്ത്യയിൽ എത്തിച്ചത്. രോഹിതിന്റെ ലോകകപ്പ് സ്ട്രൈക്ക് റേറ്റ് 160, 3 അർദ്ധ സെഞ്ചുറിയും ഇതിൽ